വാർത്തകളിലേക്കാണ്. കൊച്ചിയിൽ NDAയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ മാറാത്തത് മാറുമെന്നും കേരളം വളരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന് പുതിയ തുടക്കം ആവശ്യമാണ്. ഇടത് വലത് സർക്കാരുകൾ കേരളത്തിന് നഷ്ടം മാത്രമാണ് വരുത്തിയത്. കേരളത്തിൽ ഇത്തവണ NDAയ്ക്ക് അവസരം നൽകിയാൽ വികസനം ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീജിത്ത് KJ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കേരളം പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് തന്നെ. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. എന്തായാലും കേരളത്തിൽ മാറാത്തത് മാറുമെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യവുമായി BJP രംഗത്തെത്തിയത്. ആ മുദ്രാവാക്യം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് വയ്ക്കുക എന്നതിന് കൃത്യമായ ഒരു സൂചന തന്നെയാണ് നരേന്ദ്രമോദി നൽകുന്നത്. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായാണ്, ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായാണ് അന്ന് കൊച്ചിയിൽ സന്ദർശനം നടത്തിയത്. വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് NDAയുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ സമ്മേളനത്തിൽ അദ്ദേഹം പല വിവാദ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ട് ഇടത് വലത് മുന്നണികൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ വരികയാണെങ്കിൽ ഇരട്ട എഞ്ചിൻ സർക്കാരിലൂടെ കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ കഴിയും, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ കുറച്ചു കാലങ്ങളായി തന്നെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഈ ഇടത് വലത് മുന്നണികൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ കൊച്ചിയിൽ നടന്ന പല പരിപാടികളും പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. BJP ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് പ്രാദേശികമായ പ്രശ്നം, അത് പ്രാദേശികവാദം ഉയർത്തുവാനായി കേരളത്തിനെ കുറിച്ചുള്ള പേരുമാറ്റലിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ശബരിമല പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നീട് നാം പരിശോധിക്കേണ്ടത് പശ്ചിമേഷ്യയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ ഈ മോദിയുടെ പശ്ചിമേഷ്യൻ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഉന്നയിക്കുമ്പോഴാണ് അതിൽ വ്യക്തത വരുത്താനായി നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഇരട്ട എഞ്ചിൻ സർക്കാർ, മോദിയുടെ ഗ്യാരണ്ടി നാം മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതുപോലെ തന്നെ കൃത്യമായി തന്നെ BJP വലിയ ലക്ഷ്യവുമായാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വന്നിരിക്കുന്നത്. ആദ്യം ഇന്ന് 11:30 നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്, കൊച്ചിയിലെത്തിയത്. തുടർന്ന് വിവിധ വികസന പദ്ധതികൾ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്യുന്നത് കാഴ്ച നാം കണ്ടിരുന്നു. റെയിൽവേയുമായി ബന്ധപ്പെട്ട്, പിന്നീട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനിടയിൽ തന്നെ ധീവര സഭയുടെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിലും അദ്ദേഹം പിന്നോക്ക സമുദായങ്ങളെ ലക്ഷ്യമിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ തങ്ങളുടെ ലക്ഷ്യം എന്താണ്, തങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്, തങ്ങളുടെ മുദ്രാവാക്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന തന്നെയാണ് അല്പസമയം മുമ്പ് നടന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ കൃത്യമായി തന്നെ ലക്ഷ്യങ്ങളോടുകൂടിയാണ് BJPയുടെ ഈ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ ഊർജം നൽകുമെന്നും ഈ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള പല ഘടകകക്ഷികളിലെ നേതാക്കളും പങ്കെടുത്തിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി, മറ്റ് 2020യുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ വലിയ വികസന പദ്ധതികളിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് അവരും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ശരി, വ്യക്തമാണ്. കൊച്ചിയിൽ NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത്. വിവിധ വികസന പരിപാടികൾക്കൊക്കെ അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാറാത്തത് മാറുമെന്നും കേരളം വളരുമെന്നും ഒക്കെയാണ് പ്രധാനമന്ത്രി ഈ ഒരു ഉദ്ഘാടന വേളയിൽ പറഞ്ഞത്. എന്തായാലും കേരളത്തിന് പുതിയ തുടക്കം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടത് വലത് സർക്കാരുകൾ കേരളത്തിന് നഷ്ടം മാത്രമാണ് വരുത്തിയതെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തവണ NDAയ്ക്ക് അവസരം നൽകിയാൽ വികസനം ഗ്യാരണ്ടിയാണെന്നുമൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി കോടിക്കണക്കിന് വികസന പദ്ധതികളിലാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ വഴി പെട്രോളിയം മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ കലൂരിൽ നടന്ന ഈ ഒരു പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഹൈബിയുടെ MP, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തുടങ്ങിയവരൊക്കെ സന്നിഹിതരായിരുന്നു. എന്തായാലും റോഡ് ഷോയ്ക്ക് ശേഷമാണ് കലൂർ സ്റ്റേഡിയം വേദിയിലേക്ക് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും കേരളത്തിലൊരു പുതിയ തുടക്കം ആവശ്യമാണെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തവണ NDAക്ക് അവസരം നൽകുകയാണെങ്കിൽ വികസനം ഗ്യാരണ്ടിയാണെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് KJ ആണ്. केरलम का विकास उस गति से नहीं हुआ जैसा होना चाहिए था। कभी LDF सरकार, कभी UDF सरकार के पैटर्न ने केरलम का बहुत नुकसान किया। इन दोनों ग्रुपों को लगता है कि 5-10 साल बाद उनकी ही बारी आएगी, इसलिए वो केरलम के विकास के लिए मेहनत नहीं करते। यही पैटर्न केरलम में करप्शन का कारण है, इसलिए यहां डेवलपमेंट के प्रोजेक्ट रोके जाते हैं। केरलम के तेज विकास के लिए इस पैटर्न को तोड़ना जरूरी है। इसलिए इस बार आप यहां BJP NDA सरकार बनाइए। आपने कांग्रेस और लेफ्ट को 70 साल से अधिक दिए हैं। अब BJP NDA को अगले 5 साल सेवा करने का मौका दीजिए। आपको विकसित केरलम की शानदार झलक दिखने मिलेगी। आपके पास मोदी की गारंटी है। जो अब तक नहीं बदला, अब बदलेगा। अब केरलम आगे बढ़ेगा। मारा तजमारुम इनी केरलम वला